അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. നമ്മൾ എന്താണ് പ്രോഗ്രഷൻ, പിന്നെ പ്രോഗ്രഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് 3 പറഞ്ഞു. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ആൻഡ് ഹാർമോണിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇനി അരിത്മെറ്റിക് പ്രോഗ്രഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യ ഒരു ഡിഫറൻസിൽ ഒരു സീരീസ് ആയിട്ട് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് എഴുതുന്നതിനെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, 2, 4, 6, 8, 10 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീരീസ്. ഇതെങ്ങനെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പോൾ നമുക്കെന്താണ് അടുത്ത നമ്പർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സിനെയാണ് അല്ലെങ്കിൽ ആ സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ ഒരേ സംഖ്യ 2 എന്ന സെയിം നമ്പർ എന്താണ് ആഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പോവാണ്. അതാണ് ഇതിനെ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമുക്ക് 2 ടൈപ്പാണ്, 2 മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഒന്ന് n ടേംസ് അല്ലെങ്കിൽ nth ടേം ഓഫ് AP, nth ടേം ഓഫ് AP. മറ്റേത് സം ഓഫ് n ടേംസ്. ഓക്കെ, നമുക്ക് ആദ്യം nth ടേം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ടേംസ് ആണ്. അത് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ടേം ഏതൊരു സീരീസിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമിനെ നമ്മൾ ഏത് സീരീസിലും ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന ലെറ്ററാണ്. സ്മോൾ ലെറ്റർ എ ആണ് ഫസ്റ്റ് ടേം ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ടേമും ആ ഡിഫറൻസ് ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, എത്ര ടേം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ടേം ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സീരീസ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ്, ഈ 2 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് നമ്മൾ ഡി ആണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡി എത്രയാണ്, 2 ആണ്. അപ്പം അത് എഴുതണം കോമൺ ഡിഫറൻസ് ഡി. ഓക്കെ, അപ്പോൾ എയും ഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആ സീരീസിൽ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. എത്ര ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ സീരീസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും ആദ്യം എഴുതുന്ന ടേമാണ് ആര്, ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേം, ആ സീരീസ് തുടങ്ങുന്ന ഫസ്റ്റ് ടേമാണ് എ എന്ന് പറയുന്നത്. ആ എനോട് ഡി 2 ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്, ഫസ്റ്റ് ടേം എ ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ടേമിനോട് ഡി, കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ടേം. അപ്പോൾ ഈ എനോട് ഡി ആഡ് ചെയ്യണം. അപ്പോൾ എ പ്ലസ് ഡി ചെയ്താൽ ആര് കിട്ടും, സെക്കൻഡ് ടേം കിട്ടും. ഇനി തേർഡ് ടേമോ, ഇതിനോട് ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ, അതായത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ എഗെയിൻ ഒരു ഡി ആഡ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേം എ പ്ലസ് ഡിയും അതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് 2d എന്ന് വരും അല്ലേ. ഇനി ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഈ എ പ്ലസ് 2d കൂടെ, അതായത് തേർഡ് ടേമിൻ്റെ കൂടെ ആ കോമൺ ഡിഫറൻസ് ഡിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ എ പ്ലസ് 2d എന്ന് പറയുന്നത് എ പ്ലസ് 3d ആണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത്ത് ടേം ഒക്കെ എങ്ങനെ എഴുതി പോവാം. ഇപ്പം ഫിഫ്ത്ത് ടേം ആണെങ്കിൽ A+4D അല്ലേ. അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ടേമിന് A+4D ആണ്, 4 ആണ്. അപ്പോൾ ഈ ടേമിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത സംഖ്യയുമായിട്ട് D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ nth ടേം കിട്ടും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ nth ടേം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? an is equal to, ഇവിടെ a കോമൺ ആണ്, ഫസ്റ്റ് ടേം എല്ലാ ഇക്വേഷനിലും ഉണ്ട്, a+. ഇവിടെ 4 എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ 3, അല്ലെങ്കിൽ ഇവിടെ 2, 1 എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ ടേമിന് ഒരു d ആഡ് ചെയ്യാം, മൂന്നാമത്തെ ടേമിന് 2d ആഡ് ചെയ്യാം. അപ്പോൾ ആ ടേമിന്റെ നമ്പറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത സംഖ്യയുമായിട്ട് d-നെ മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ? നമ്മൾ അഞ്ചാമത്തെ ടേമാണ് കാണുന്നതെങ്കിൽ 5 നിന്ന് 1 മൈനസ് ചെയ്യാം, 4. ആ 4 ഇൻറ്റു d, a+4 ഇൻറ്റു d. ആറാമത്തെ ടേമാണ് കാണുന്നതെങ്കിൽ അതിന് 1 മൈനസ് ചെയ്യാം, 6 മൈനസ് 5, 5 ഇൻറ്റു d, a+5d. അങ്ങനെ എന്താണ്, എത്രാമത്തെ സംഖ്യയാണോ അതിന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ nth ടേം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ n എന്നുള്ള ടേമിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം? d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് nth ടേം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an is equal to ഫസ്റ്റ് ടേം a plus n minus 1 into d. ഇതാണ് nth ടേം കാണാനുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീരീസിൽ 100-ാമത്തോ 200-ഓ 300-ഓ 500-ഓ 1000-ഓ ഏത് ടേം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. ഈ സീരീസിൽ 500-ാമത്തെ ടേം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ n-ന് പകരം 500 എന്നുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ 500 ഒന്ന് മൈനസ് ചെയ്യാം, 499. അപ്പോൾ a+499 ഇൻറ്റു d. അപ്പോൾ a ഒന്ന് കിട്ടും. ഈ സീരീസിലെ ഫസ്റ്റ് ടേം ആണ് a. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തതാണ് d. അപ്പോൾ എക്സാമിന് പല രീതിയിൽ ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ അങ്ങനെ സീരീസ് തന്നിട്ട് പറയും 110-ാമത്തെ ടേം അല്ലെങ്കിൽ 99-ാമത്തെ ടേം എത്രയാണ്. ചിലപ്പോൾ സീരീസ് തരില്ല, സീരീസ് തരാൻ എന്ത് ചെയ്യും, എയും തരും ഡിയും തരും. നമ്മളോട് അടുത്ത 4 ടേംസ് ഏതൊക്കെയാണ് എന്ന് എഴുതാൻ പറയും. അല്ലെങ്കിൽ 3-ാമത്തെയും 10-ാമത്തെയും ടേം തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൽ 20-ാമത്തെ ടേം എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് d എത്രയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ടേമും 5th ടേമും അല്ലെങ്കിൽ 10th ടേം ഒക്കെ തന്നിട്ട് ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്. പല രീതിയിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് nth ടേം കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 4, 10, 16, 22 എക്സെട്ര. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ്. ഈ സീരീസിലെ അടുത്ത 2 ടേംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ ഒരു സീരീസ് കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് അഡിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണോ ഡിവിഷൻ ആണോ. അഡിഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ അത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണോ AP GP എന്നൊന്നും പറയില്ല, ജസ്റ്റ് സീരീസ് മാത്രം തന്നിട്ട് അടുത്ത 2 ടേംസ് കാണാൻ പറയും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന സീരീസിൽ 2 സംഖ്യകളുടെ ഡിഫറൻസ് നോക്കുക. അതേ 2 ഡിഫറൻസ് തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നോക്കുക. മൂന്നാമത്തെയും നാലാമത്തെയും സംഖ്യകളുടെ ഡിഫറൻസ് ഏതെങ്കിലും 2 ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ആണെങ്കിൽ അതെന്താണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. നേരെ മറിച്ച് ഡിവിഷൻ ആണെങ്കിൽ ഫസ്റ്റ് സംഖ്യ സെക്കൻഡ് ടേമിൽ ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും തേർഡ് ടേമിൽ സെക്കൻഡ് ടേം ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും സെയിം ആണോ എന്ന് നോക്കുക. മനസ്സിലായോ? അതാണ്. അപ്പോൾ അത് എന്താണ്, GP ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താണ് 4, 10, 16, 22 എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം 6 അല്ലേ. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യാം 6. അപ്പോൾ സെയിം ആണ്. അപ്പോൾ 6 എന്താണ് കോമൺ ഡിഫറൻസ്. ഡി എത്രയാണ് 6. അപ്പോൾ ഡി കിട്ടാനുള്ള ഇക്വേഷൻ എന്താണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അത് എന്താണ് 10 മൈനസ് 4 6. അപ്പോൾ ഡി എന്ത് കിട്ടി 6 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് ടേം എത്രയാണ്. എപ്പോഴും സീരീസ് കിട്ടുമ്പോൾ ആകെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും മാത്രം കിട്ടിയാൽ മതിയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ് 4, സെക്കൻഡ് ടേം പിന്നെ ഡി 6. അപ്പോൾ എയും ഡിയും ആയി അല്ലേ. നമുക്കിതിൽ കിട്ടേണ്ട എയും ഡിയും ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് 2 ടേംസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളോട് 50ാമത്തെ അല്ലെങ്കിൽ 49ാമത്തെ ടേം ഒക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി 22 എന്ന ടേമിനോട് കോമൺ ഡിഫറൻസ് 6 ആഡ് ചെയ്താൽ 28. ആ 28നോട് അഗൈൻ 6 ആഡ് ചെയ്താൽ 34. അപ്പോൾ നെക്സ്റ്റ് 2 ടേംസ് എന്ന് പറയുന്നത് ഏതാണ് 28 ഉം 34 ആണ്. അപ്പോൾ നെക്സ്റ്റ് 2 ടേംസ് ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് ആ സീരീസിൽ തന്നെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ അടുത്ത 2 ടേം കിട്ടും. നേരെ മറിച്ച് അവിടെ 50ാമത്തെയോ 75ാമത്തെയോ ടേം ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വേറെ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഇക്വേഷനിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വെറും 2 ടേം മാത്രമേ തന്നിട്ടുള്ളൂ. ഒന്ന് a = 10 എന്നും d = 10 എന്നും തന്നിട്ടുണ്ട്. ചോദ്യം റൈറ്റ് ഫസ്റ്റ് 4 ടേംസ്. ഫസ്റ്റ് 4 ടേംസ് ആണ് നമുക്ക് എഴുതുന്നത്. a1 a2 a3. ഓക്കെ, ഇനി അങ്ങനെയല്ല, ഇനി ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫസ്റ്റ് ടേം ഏതെന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആകെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും മാത്രമേ തന്നിട്ടുള്ളൂ. എ തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എ ആണെന്ന് അറിയാമോ. ഫസ്റ്റ് ടേം എ ആണ്. അപ്പോൾ അത് എത്രയാണ് 10 ആണ്. സെക്കൻഡ് ടേം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് ടേം നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ജസ്റ്റ് 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 - 1 1 × d. അപ്പോൾ a + d. സെക്കൻഡ് ടേം a + d ആണ്. a + d എന്ന് പറഞ്ഞാൽ a 10 ആണ്, d 10 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ് 20. ഇനി തേർഡ് ടേം a + 2d അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ 10 + 2d 2 × 10. അപ്പോൾ 10 + 20 30 അല്ലേ. ഫോർത്ത് ടേം കാണാൻ അതിനൊന്നും മൈനസ് ചെയ്യാം. അപ്പോൾ a + 3d. അപ്പോൾ a 10 3 × 10. അപ്പോൾ 10 + 30 40. അപ്പോൾ സീരീസ് തുടങ്ങുന്നത് 10 20 30 40. അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് നമ്മൾ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കും. അപ്പോൾ ഏത് രീതിയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ടാക്ട്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമും ഡിയും തന്നാൽ നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും കാണാം അല്ലേ. എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ 100ാമത്തെ ടേമാണ് നിങ്ങളോട് ഈ സീരീസിൽ 100ാമത്തെ ടേം കാണാൻ പറഞ്ഞു വിചാരിക്കാം. 100th ടേം കാണാൻ പറഞ്ഞു. ഒന്ന് നോക്കണ്ട, നേരെ a100 സീക്വൽ എന്നിന് 100 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a100 = a ഫസ്റ്റ് ടേം അറിയാം എത്രയാ 10 പ്ലസ് എന്നിന് പകരം 100 കൊടുക്കുക × d. അപ്പോൾ 10 + 100 എന്ന് പറഞ്ഞാൽ 99 d ആണ്. 10 + 99 × d എത്രയാണ് 10. അപ്പോൾ 10 + 990 എത്രയാ എത്ര വരും 1000.
100th term എന്ന് പറയുന്നത് therefore 100th term of the series is equal to 1000 എന്ന് കിട്ടി അല്ലേ? കാരണം 10th ടേം 100 ആയില്ലേ, 20th ടേം 200, 30th ടേം 300, 40 400, 50 500. അപ്പോൾ 100th ടേം 1000. അങ്ങനെ കണക്കൂട്ട് ചെയ്യാം. അപ്പോൾ നേരെ ഫസ്റ്റ് ടേം ഡി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഏത് സീരീസിൽ എത്രാമത്തെ നമ്പർ വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി ഇതേ ഇക്വേഷൻ്റെ വേറൊരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തേർഡ് ടേം 5, സെവൻത്ത് ടേം ഈസ് 9. ഒരു സീരീസിലെ തേർഡ് ടേം 5 ആണെന്നും സെവൻത്ത് ടേം 9 ആണെന്നും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ തേർഡ് ടേമും സെവൻത്ത് ടേമും വെച്ചിട്ട് നമ്മൾ ആ സീരീസ് എഴുതണം. ഇത്രയും തന്നിട്ടുള്ളൂ. ഒരു സീരീസിൻ്റെ മൂന്നാമത്തെ ടേം 5 ഏഴാമത്തെ ടേം 9 ആണെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കും. നമ്മൾ എന്ത് ചെയ്യാം? ആകെ ഒരു 5 ഉണ്ട്, ഒരു 9 ഉണ്ട്. തേർഡ് ടേം ആദ്യം ഇങ്ങനെ എഴുതുക. തേർഡ് ടേം ഈക്വൽ ടു 5. ഓക്കെ, സെവൻത്ത് ടേം ഈക്വൽ ടു 9. നമുക്ക് ആകെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള രണ്ട് സാധനങ്ങൾ. അപ്പൊ ചോദ്യത്തിൽ എന്താണോ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷന്റെ പല ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കണം. സീരീസ് നേരിട്ട് തരികയാണെങ്കിൽ വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ ഇങ്ങനെ ടേമുകൾ രണ്ട് ടേമുകൾ മാത്രം തന്നിട്ട് എൻ്റെ സീരീസ് കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആകെയുള്ള കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ഈ രണ്ട് ടേമാണ്. അപ്പോൾ ആ രണ്ട് ടേം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് ഡി, തേർഡ് ടേം എ പ്ലസ് 2d അല്ലേ? ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അല്ലേ? ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് ഡി, തേർഡ് ടേം എ പ്ലസ് 2d. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തേർഡ് ടേമിനെ എ പ്ലസ് 2d ഇസ് ഈക്വൽ ടു 5. കാരണം തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 5 ആണെന്നുള്ളത്. നമുക്ക് അങ്ങനെ എഴുതിയത് തേർഡ് ടേം എ പ്ലസ് 2d ആണെങ്കിൽ എ പ്ലസ് 2d ഇസ് ഈക്വൽ ടു 5. അതേപോലെ ഇവിടെ സെവൻത്ത് ടേം എന്ന് പറയുന്നത് എ പ്ലസ് 6d ഇസ് ഈക്വൽ ടു 9. കാരണം തേർഡ് ടേം 2d ആണെങ്കിൽ സെവൻത്ത് ടേം 6d ആണ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് 2d ഇസ് ഈക്വൽ ടു 5, എ പ്ലസ് 6d ഇസ് ഈക്വൽ ടു 9. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അടുത്തതാണ് ഇക്വേഷൻ നമ്പർ 2 മൈനസ് 1. കാരണം രണ്ടിടത്തും എയും ഉണ്ട് ഡിയും ഉണ്ട്. ഇവിടെയുണ്ട് എ, ഇവിടെയുണ്ട് ഡി. നമുക്ക് എയും ഡിയും അറിയാം. എ ഡിയും അറിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? സീരീസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ രണ്ടും അൺനോൺ ആണ്. നമ്മൾ ലീനിയർ ഇക്വേഷനിൽ എക്സും വൈയും ഒക്കെ സോൾവ് ചെയ്ത പോലെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എനെ അല്ലെങ്കിൽ ഡിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്ന ഒരു അൺനോൺ വേരിയബിൾ വെച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അതൊരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ടാമത്തെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 6d is equal to 9 മൈനസ് എ പ്ലസ് 2d is equal to 5. അപ്പോൾ എ ആകെ ഒരു എ രണ്ട് ഇക്വേഷൻ ആ എ എന്തായി കട്ടായി. 6d 2d പോയാൽ ബാക്കി 4d ഈക്വൽ ടു 5. 9 5 പോയാൽ 4. അപ്പോൾ therefore 4d ഈക്വൽ ടു 4. ഓക്കെ, d കിട്ടി. d കിട്ടണമെങ്കിൽ d ഈക്വൽ ടു ഇൻറ്റു 4 ഈക്വൽ ടു നമ്മൾ നോക്കുമ്പോൾ ഡിവൈഡ് ബൈ 4, 4 ബൈ 4 1. അപ്പോൾ therefore d ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഡിയുടെ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി. അതായത് കോമൺ ഡിഫറൻസ് എന്താണ്? 1 ആണ്.
അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഇപ്പോൾ ഡി കിട്ടിയാൽ ആ ഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. a plus 2d is equal to 5 എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് d equal to 1 in equation 1. അപ്പോൾ അവിടെ a plus 2d is equal to 5 എന്നതാണ് ഇക്വേഷൻ നമ്പർ 1. a അറിയില്ല, a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a അവിടെ എഴുതി. 2d, d അറിയാം, എത്രയാണ് 1. അപ്പോൾ 2 into 1 is equal to 5. 2 into 1 2 equal to 5. അപ്പോൾ നമുക്ക് അറിയേണ്ടത് a ആണ്. അതിനെ ഈക്വൽ ടു ഒരു ഭാഗം നിർത്തിയിട്ട് ഈ പ്ലസ് 2നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ a is equal to 5 plus 2 അങ്ങോട്ട് പോകുമ്പോൾ minus 2. അപ്പോൾ a is equal to 5 minus 2 3. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. therefore ഫസ്റ്റ് ടേം a is equal to 3 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം d കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീരീസ് ചെയ്താലോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം 3. അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP സീരീസ് എഴുതാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ സീരീസിൽ ഫസ്റ്റ് ടേം 3 ആണ്. അടുത്തത് ഇതിനോട് d ആഡ് ചെയ്യാം. അപ്പോൾ 3 plus 1. അടുത്തത് 3 plus 1. അടുത്ത ടേം 3 plus 1 plus 1 അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതി പോകുമ്പോൾ ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 4, തേർഡ് ടേം 4 നോട് ആഡ് ചെയ്താൽ 5. അഗൈൻ അതാണ് തേർഡ് ടേം 5 എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് തേർഡ് ടേം എത്രയാണ് 5 ആണ്. അപ്പോൾ ഫോർത്ത് ടേം 6, ഫിഫ്ത്ത് ടേം 7, സിക്സ്ത് ടേം 8, സെവൻത്ത് ടേം തന്നിട്ടുണ്ട്. സെവൻത്ത് ടേം എത്രയാണ് 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സീരീസ് എന്തായി, നമുക്ക് എയും കിട്ടി ഡിയും കിട്ടി, സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോഴേ നമുക്കിത് ഓർമ്മയിൽ വരുള്ളൂ. വെറും 2 ടേമൊക്കെ തന്നാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ രൂപത്തിലാക്കി അതിനെ ഏതെങ്കിലും ഒരു അൺനോൺ എ ഓർ ഡി നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ടേം കണ്ടുപിടിച്ച് അതൊരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ അൺനോൺ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് എ പി തരും, അല്ലെങ്കിൽ എ പി എന്ന് ക്വസ്റ്റ്യനിൽ പറയും, ചിലതിൽ എ പി എന്ന് പറയില്ല. അപ്പോൾ അത് എ പി ആണോ ജി പി ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു.